നോക്ക് ആരാ കിടക്കുന്നേന്ന്. ഒരേ ഉറക്കമാണല്ലോ. ആ, നമ്മളെല്ലാരും ഈ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞ് മാസം തികയുന്നതിന് മുമ്പ് ജനിക്കുകയും ചെയ്തു. ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് മഹാഭാഗ്യ കണ്ണേട്ടാ. അല്ല, ലേഖ അമ്മയ്ക്ക് ഇല്ലേ പുറത്ത്? അമ്മ വീട്ടിലേക്ക് പോയിരിക്കുക. ആ, ലേഖയുണ്ട്, പിന്നെ മഞ്ജു. ലേഖ കാത്തുകാത്തിരുന്നതാ കുഞ്ഞിനെ കാണാനായിട്ട്. ഞാൻ തന്നെ കാണാനുള്ള ആവശ്യത്തില് ഓടി അകത്തേക്ക് വന്നതാ. ഇനിയിപ്പോ ഡോക്ടറോട് ചോദിച്ചിട്ട് അമ്മ അകത്തേക്ക് വിടാം. ഞാൻ ശരിക്കും പേടിച്ചു പോയി കണ്ണേട്ടാ. എനിക്കെന്തേലും സംഭവിച്ചാലും കുഞ്ഞിനൊന്നും പറ്റരുതേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. രണ്ടാൾക്കും ഒന്നും സംഭവിക്കരുതെന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ആ സിദ്ധയായ അമ്മയെ കണ്ടിരുന്നു. ആ അമ്മയും പ്രതീക്ഷയോടെ അല്ല സംസാരിച്ചത്. അതോടെ എൻ്റെ ആത്മവിശ്വാസം പോയി മഹി. നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ കണ്ണേട്ടാ. പക്ഷേ ഒരിടത്തും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ. ദേ, മോള് കണ്ണേട്ടന്റെ നാളിലാ ജനിച്ചിരിക്കുന്നെ, കാർത്തിക നക്ഷത്രത്തില്. കഴുത്തില് ഒരു ചെറിയ അടയാളമൊക്കെ ഉണ്ട്. അത് കുറച്ച് വലുതാവുന്ന ഡോക്ടർ പറഞ്ഞത്. അന്ന് വിഷം ഒളിച്ചെന്നെന്റെയാ. എന്തായാലും അതുൾപ്പെടെ എല്ലാം എന്റെ മഹി അതിജീവിച്ചല്ലോ. ആ, പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി നടന്നു. കരുണ പ്രഗ്നന്റാ. എലിസബത്ത് ഡോക്ടറെ തന്നെ കാണാൻ വരുന്നേ. ഡോക്ടർ എന്തോ അതെന്നോട് പറഞ്ഞില്ല. ഡോക്ടർക്ക് അവളിപ്പോ ഇങ്ങോട്ട് വരുന്നത് പോലും താല്പര്യമില്ല. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ അവളൊരു അമ്മയാവാത്തേ മഹി നല്ലത്. തനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല കണ്ണേട്ടാ. ഇപ്പോൾ ഉള്ള ചെറിയ വേദനകൾ പോലും എനിക്കൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞൊരാപത്തും കൂടാതെ ജനിച്ചതോടെ എന്തോ ഒരു പുതിയ ജീവൻ കൈവന്ന പോലെയാ. ഞാൻ പുറത്തുണ്ട്. ഇടയ്ക്ക് ലേഖയോട് വരാൻ പറയാം. ശരി കണ്ണേട്ടാ.